കയറാൻ വന്നു. അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ക്ഷോഭിച്ചു. എന്റെ ദൈവമേ, അവനും ഒന്ന് ക്ഷോഭിച്ചു. സാവിത്രി, ഈ കാണുന്നൊക്കെ അവന്റെ സംഭാവനയാണ്. ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നുമില്ലേ? പിന്നെ മരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ ഇല്ല. ഡോക്ടർ എവിടെ പോയി? പതിവ് പോലെ പിരിഞ്ഞുപോയി. വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത കഴുത. ആര്? ഡോക്ടറോ? അല്ല, എന്റെ അനന്തരവൻ. ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാവുന്ന പല വട്ടം ആ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ. മാന്യന്മാരോട് പെരുമാറാൻ അറിയാമേല, സംസാരിക്കാൻ അറിയാമേല. ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി. ഉരുത്തം കൊട്ട കഴുത. കൈക്ക് ഭയങ്കര വേദന. വാ. അമ്മാവൻ നേരത്തെ ഇങ്ങ് പോന്നോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറ്റി അമ്മാവ, മുഖത്തും ദേഹത്തൊക്കെ? അതെ, ഒരു പശു ഓടിച്ചപ്പം മറിഞ്ഞു വീണതാ. അയ്യോ അയ്യോ. മോൻ എവിടെയായിരുന്നു? ആശുപത്രിയിലൊന്നും കണ്ടില്ല? അവിടുത്തെ സ്ഥിതി വഷളാവെന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറി നിന്നതാ. ഡോക്ടറെ ഞാൻ പിരിച്ചുവിട്ടല്ലോ. ആ കാര്യം എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആ ആസ്മാക്കാരന്റെ കൂടെയുള്ളവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയ്യോ, ഇത് അയാൾ തല്ലിയതാണോ? ഭാഗ്യം, അതെനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു. എന്താ മഹാദേവ, ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ? അമ്മായി, ഈ ഇരിക്കുന്നത് എന്റെ അമ്മാവനല്ല, ദൈവ. എന്റെ ദൈവ. ആ ദൈവത്തെ തെണ്ടി, ചെറ്റ, നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല, ഒരു IAS കാരെ വിളിച്ചാൽ പോലും ഞാൻ സഹിക്കില്ല. എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല. നമുക്ക് അടച്ചിടാം അമ്മാവ. ആശുപത്രി അടച്ചിടാം. നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ തെറിവിളിക്കുന്ന അമ്മാരെയും വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം? നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. മഹാദേവ, എന്തോ? ആ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നിനക്കത് അടച്ചിടുകയോ തുറന്നിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലല്ലോ. അമ്മാവ, ആശുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാം.